എല്ലാവരും മലയാളി പ്രേക്ഷകർ ഒന്നടക്കം ജനപ്രിയ നായകൻ എന്ന സ്നേഹത്തോടെ മനം നിറച്ചു വയ്ക്കുന്നത് ഒരു കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വേഷപ്പകർച്ചകൾ തന്നെയാണ്. അദ്ദേഹം സ്ക്രീനിൽ എത്തിയാൽ നമ്മൾ പലരും ചിരിച്ചു തുടങ്ങും. പക്ഷെ ചിരിയോടൊപ്പം തന്നെ സീരിയസ് റോൾസും ആക്ഷനും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ്. ദിലീപേട്ട ഒരുപാട് നേരം ഇരുത്തിയെന്ന് എനിക്കറിയാം. പക്ഷെ സുഖമല്ലേ, സന്തോഷമല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ 148ാമത് സിനിമയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു നെഞ്ചടിപ്പോട് കൂടിയാണ് നിൽക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലിലാണ്. സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷ്. കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ 28 വർഷമായിട്ട് വളരെ വ്യത്യസ്തമായുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര്, എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നവും ആഗ്രഹമൊക്കെയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. കാരണം തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ നിന്ന് പറയാം, ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കടക്കുന്ന വാളയാർ പ്രവേശത്തിന് ശരിക്കും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ ഒരു തുടക്കം. പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആക്കിയതും സാറ് തന്നെയാണ്. പിന്നെ ചെസ്സ്, അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ സന്തോഷമാണ്. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വാളയാർ പരമശിവൻ എന്നൊക്കെ. അപ്പോൾ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി. ഇപ്പോൾ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരോട് ഈ സമയത്ത് ഞാൻ നന്ദി പറയുകയാണ്. അങ്ങനെ പല സിനിമകൾ ചെയ്ത് ഇന്നിപ്പോൾ തങ്കമണി എന്ന സിനിമയിൽ എത്തി നിൽക്കുകയാണ്. 1986 തങ്കമണി കട്ടപ്പനയിലെ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയിൽ തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന, തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ്. ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയിൽ അല്ലെങ്കിൽ കൂടി ഒന്ന് എറണാകുളം ജില്ല, പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെയുള്ളൊരു ലോകമായിരുന്നു എൻ്റേത്. അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ വളരെ ദൂരമുള്ള എവിടെയോ ഉള്ളൊരു സ്ഥലം, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയുകയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദനയെ, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയൊക്കെ ഉണ്ടായത്. പക്ഷേ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഗംഭീര കഥ ഇനി ഞാൻ കേട്ടു. അപ്പോൾ അത് ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം, അയാളുടെ കുടുംബം, അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ കോർത്തിണക്കിയിരിക്കുന്നത്. ഇപ്പോൾ റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ
ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ 12th ഫെയിൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ 2018 മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള, അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നാടിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു സിനിമ തന്നെയായിരിക്കും ഇത്. ആരെയും മോശമാക്കാനെന്നുള്ളൊരു സിനിമ തന്നെയല്ല.